കരുവാരകുണ്ട് ചീനിപ്പാടത്ത് C1 എസ്റ്റേറ്റിൽ കാട്ടുപന്നിയെ ഭാഗികമായി ഭക്ഷിച്ച നിലയിൽ കണ്ടെത്തി. രാവിലെ ടാപ്പിങ്ങിനെത്തിയ തൊഴിലാളികളാണ് റബ്ബർ തോട്ടത്തിൽ പന്നിയുടെ ജഡം ആദ്യം കണ്ടത്. വിവരമറിയിച്ചതിനെ തുടർന്ന് കാളികാവ് റേഞ്ച് ഓഫീസർ, ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, RRT സംഘം, വെറ്റിനറി സർജൻ ഡോക്ടർ ശ്യാം എന്നിവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഇവരോടൊപ്പം കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N. ഉണ്ണീൻകുട്ടി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ V. ഷബീർ അലി, മെമ്പർ AK അംസക്കുട്ടി, ദുരന്ത നിവാരണ സേനാംഗങ്ങൾ എന്നിവരുമുണ്ടായിരുന്നു. വെറ്റിനറി ഡോക്ടറുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ പന്നിയുടെ കഴുത്തിൽ കാര്യമായ വലിയ മുറിവുകളൊന്നും കണ്ടെത്താനായിട്ടില്ല. എന്നാൽ പന്നിയുടെ വയറുഭാഗത്തെ മാംസം പൂർണ്ണമായി ഭക്ഷിച്ച നിലയിലാണ്. കഴുത്തിൽ പല്ലിൻ്റെ പാടുകളും കാലിൻ്റെ ഭാഗത്ത് നഖത്തിൻ്റെ പാടുകളും കണ്ടെത്തിയിട്ടുണ്ട്. ഈ ലക്ഷണങ്ങൾ വെച്ച് പുലിയോ കടുവയോ ആവാം ആക്രമിച്ചിരിക്കുക എന്നാണ് വനം വകുപ്പിൻ്റെ പ്രാഥമിക നിഗമനം. സംഭവത്തെക്കുറിച്ച് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ ഇങ്ങനെയാണ് വിശദീകരിച്ചത്. കരുവാരക്കുണ്ട് C1 എസ്റ്റേറ്റിൽ ഒരു പന്നിയുടെ ജഡം കണ്ടതായിട്ട് രാവിലെ തന്നെ നമുക്ക് വിവരം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വെറ്റിനറി ഡോക്ടർ ശ്യാം ഡോക്ടർ വന്ന് സ്ഥലം പരിശോധിച്ചപ്പോൾ അതിന് കഴുത്തിൽ കാര്യമായ മുറിപാടുകളൊന്നും കണ്ടില്ല. അതിൻ്റെ മാംസം ഏകദേശം വയറുഭാഗം കംപ്ലീറ്റ് ആയിട്ട് ഭക്ഷിച്ച രീതിയിലാണ് കാണുന്നത്. അപ്പോൾ കഴുത്തിൻ്റെ ഭാഗത്ത് ചെറിയ പല്ലിൻ്റെ പാടും അതുപോലെ തന്നെ കാലിൻ്റെ ഭാഗത്ത് നഖത്തിൻ്റെ പാടുമാണ് ഉള്ളത്. അപ്പോൾ അത് ഒന്നുകിൽ കടുവയോ അല്ലെങ്കിൽ പുലിയോ ആവാനാണ് സാധ്യത. അപ്പോൾ നമ്മൾ വിശദമായിട്ട് പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ തുടർ നടപടികൾ സ്വീകരിക്കുന്നതാണ്. തുടർ നടപടികളുടെ ഭാഗമായി വന്യമൃഗത്തിന്റെ സാന്നിധ്യം നിരീക്ഷിക്കുന്നതിനായി പ്രദേശത്ത് വനം വകുപ്പ് ഇപ്പോൾ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ക്യാമറ ദൃശ്യങ്ങളിൽ വന്യമൃഗത്തിന്റെ സാന്നിധ്യം വ്യക്തമാവുകയാണെങ്കിൽ DFOയുമായി കൂടിയാലോചിച്ച് കൂട് സ്ഥാപിക്കുന്നതടക്കമുള്ള തുടർ നടപടികളിലേക്ക് വേഗത്തിൽ കടക്കാനാണ് അധികൃതരുടെ തീരുമാനം. ജനപ്രതിനിധികളും വനംവകുപ്പും സജീവമായി ഇടപെടുന്നുണ്ടെന്നും നിലവിൽ ജനങ്ങൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N. ഉണ്ണീൻകുട്ടി വ്യക്തമാക്കി. വിശദമായി കാളികാവ് റേഞ്ച് ഓഫീസർ പറയണ്ടായി. C1 എസ്റ്റേറ്റിൽ പന്നിയുടെ ജഡം കണ്ടു, നാട്ടുകാരെ അറിയിച്ചു. ഉടനെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ്, RRTയും ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറും എല്ലാ സ്ഥലം സന്ദർശിച്ചു. റേഞ്ച് ഓഫീസറും ഡോക്ടറും വന്ന് ബോഡി പരിസരം പരിശോധിച്ചതിൽ ഇപ്പോൾ കണ്ടെത്തിയ കാര്യമാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. DFOയായിട്ട് ബന്ധപ്പെട്ട് കൂട് വെക്കാനുള്ള സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. ഇപ്പോൾ ക്യാമറ വെച്ചിട്ടുണ്ട്. ക്യാമറയിൽ നിരീക്ഷണത്തിൽ വരികയാണെങ്കിൽ അവരെ തുടർ നടപടികൾ നടക്കും, കൂട് വെക്കും, മറ്റു കാര്യങ്ങളൊക്കെ. ജനങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ല. ഡിപ്പാർട്ട്മെൻറ്റും ഞങ്ങൾ ജനപ്രതിനിധികളും ഒക്കെ വളരെ സജീവമായി ഇവിടെ രംഗത്തുണ്ട് എന്നാണ് പറയാനുള്ളത്.